തോട്ടം മാനേജ്മെന്റിന്റെ പിടിവാശിയിൽ വൈദ്യുതിയില്ലാതെ മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കേണ്ട ദുരവസ്ഥയിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാടുള്ള സഹോദരിമാർ കഴിഞ്ഞ 2 മാസമായി ഇവരുടെ വീട്ടിൽ വൈദ്യുതിയില്ല. എസ്റ്റേറ്റിനുള്ള വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കാൻ മാനേജ്മെന്റ് അനുവദിക്കാത്തതിനെ തുടർന്നാണ് കുടുംബം ഇരുട്ടിലായത്. 24 വാർത്തയ്ക്ക് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ വിഷയത്തിൽ ഇടപെട്ടു. കളക്ടറോട് റിപ്പോർട്ട് തേടുമെന്നും നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മണ്ണു തിന്നിരിഞ്ഞാൽ കണ്ണൻ എന്നിങ്ങനെ തിണ്ണൻ പോയി ചെന്നിട്ട് ദ്വാരകന്മാർ മാതാവോടായിട്ടു ചൊല്ലി നിന്നിരിഞ്ഞാൽ മാതാവു താനതു കേട്ട നേരം. വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ നിന്നായിരുന്നു ഈ വീട്ടിലേക്ക് വൈദ്യുതി നൽകിയിരുന്നത്. ഇവിടേക്ക് ലൈനുകൾ വലിച്ചിരുന്ന തടികൊണ്ടുള്ള പോസ്റ്റ് കാലപ്പഴക്കത്തിൽ ഒടിഞ്ഞു വീണു. ഇതോടെ ക്ലബ്ബിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചു. ഒപ്പം ഈ കുട്ടികളുടെ വീട്ടിലേക്കുള്ളതും. ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ല. 2 മാസമായിട്ട് ഞങ്ങൾ മെഴുകുതിരി കത്തിവെച്ചിട്ടാ പഠിക്കുന്ന കാരണം കണ്ണൊക്കെ എരിയുന്നു. ഒത്തിരി ദിവസം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കറണ്ട് വന്നിട്ടേ ഇല്ല. ഹാഷിനിയും ഹർഷിനിയും പിതാവ് മോഹനും മുത്തശ്ശൻ വിജയനുമാണ് വീട്ടിൽ താമസിക്കുന്നത്. പുതിയ കണക്ഷൻ നൽകാൻ KSEB തയ്യാറാണെങ്കിലും എസ്റ്റേറ്റിനുള്ളിലൂടെ പോസ്റ്റുകൾ സ്ഥാപിക്കാൻ നിലവിലെ മാനേജ്മെന്റ് അനുമതി നൽകുന്നില്ല. അതേസമയം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ കളക്ടർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പക്ഷേ ഏത് സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു കുടുംബത്തിന് വൈദ്യുതി കണക്ഷൻ തകരാറിലാക്കാവുന്ന ഒരു ഇടപെടലും നടത്താൻ പാടില്ല. 24 ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇവിടെ വെച്ച് തന്നെ ജില്ലാ കളക്ടറോട് ഇക്കാര്യത്തിൽ അടിയന്തരമായി എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാനും ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാനും ആവശ്യമാണെങ്കിൽ സർക്കാർ ഗൗരവമായിട്ടുള്ള നടപടി അക്കാര്യത്തിൽ എടുക്കാനും ഉള്ള തീരുമാനം ഇപ്പോൾ അറിയിക്കുന്നതാണ്. RBT എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ സ്ഥലം 25 വർഷം മുമ്പ് വിജയൻ എഴുതി നൽകിയതാണ്. എന്നാൽ എസ്റ്റേറ്റ് പോപ്സ് മാനേജ്മെന്റ് ഏറ്റെടുത്തതോടെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ തർക്കമുയർന്നു. വെളിച്ചമില്ലാതെ ദുരവസ്ഥയിലായ 2 കുട്ടികളുടെയും പിതാവിന്റെയും മുത്തശ്ശന്റെയും വാർത്തയിൽ റവന്യൂ മന്ത്രിയുടെ അടിയന്തര ഇടപെടലുണ്ടായിട്ടുണ്ട്. കളക്ടറും അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് 24ന്റെയും പ്രതീക്ഷ. എന്തുതന്നെയായാലും അടിയന്തരമായി ഈ കുട്ടികളുടെ വീട്ടിലേക്ക് വെളിച്ചമെത്തട്ടെ. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.